4 റൗണ്ടിനുള്ളിൽ 2 തൊട്ട് 3000 വരെ വോട്ടുകൾ UDF-ന് കിട്ടിയേ മതിയാകൂ തൽക്കാലത്തേക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ. അത് കഴിഞ്ഞാൽ വരുന്ന പഞ്ചായത്തുകളൊക്കെ LDF ബെൽറ്റ് ഉള്ളതാണ്. അത് 3500-ഓളം വോട്ടുകൾ അൻവറിന് ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചു തുടക്കത്തിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം 10383 വോട്ടുകൾ കഴിഞ്ഞ തവണ UDF-ന് ലഭിച്ച ഒരു പഞ്ചായത്താണ്. 4 റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി തന്നെ വഴിക്കടവിലെ ഒരു നമുക്ക് ഗൗരവമായി പരിശോധിക്കേണ്ടി വരുന്നത് UDF എന്തുകൊണ്ട് ലീഡ് കുറയുന്നു എന്ന ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിർണ്ണയിക്കുന്ന സൂചനകളായി ഇത് മാറുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം 419 കണക്കിൽ UDF-ന് ലീഡാണ്, പക്ഷേ പ്രതീക്ഷിച്ച ലീഡ് ഇതല്ല എന്നതാണ് സാഹചര്യം. അവിടെയാണ് പരിശോധിക്കേണ്ടത്. അൻവർ പിടിച്ച വോട്ടുകൾ 1588 വോട്ടുകൾ ആദ്യ റൗണ്ടിൽ തന്നെ സമാഹരിച്ച അൻവർ വരുന്ന റൗണ്ടുകളിൽ എന്ത് നേടുമെന്ന ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ അൻവറിന്റെ അവകാശവാദത്തിന്റെ അടുത്തെത്തിയില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ചില സൂചനകൾ ഉണ്ടാവും. വഴിക്കടവ് പഞ്ചായത്ത് പൂർത്തിയാവുമ്പോൾ 4 റൗണ്ടുകൾ പൂർത്തിയാവുമ്പോൾ അൻവർ ഒരു പക്ഷേ നല്ല വോട്ടുകൾ ഒരു 10,000-അടുത്തോ അല്ലെങ്കിൽ 5,000-അടുത്തോ വോട്ടുകൾ സമാഹരിച്ചാൽ അതൊരു സൂചകമാണ്, അതൊരു വെല്ലുവിളിയാണ്. 3614 വോട്ടാണ് ആദ്യത്തെ 3614 വോട്ടാണ് ആദ്യത്തെ റൗണ്ടിൽ 14 ബൂത്തിൽ വഴിക്കടവിൽ UDF നേടിയിരിക്കുന്നത് എന്ന കണക്കുകൾ പുറത്തു വരുന്നു. 1588 വോട്ടാണ് അൻവർ അവിടെ നേടിയിരിക്കുന്നത് എന്ന കണക്കുകൾ പുറത്തു വരുന്നു. 419 വോട്ടുകളുടെ ലീഡ് LDF ഒറ്റപ്പുറയിലുള്ള LDF സ്ഥാനാർത്ഥിയേക്കാൾ ആര്യാടൻ ഷൗക്കത്തിനുണ്ട്. ആദ്യ റൗണ്ടിലെ ഫലസൂചനയാണ് ഇപ്പോൾ. രണ്ടാം റൗണ്ട് ആരംഭിച്ചിരിക്കുന്നു. രണ്ടാം റൗണ്ടിൽ 15 തൊട്ട് 28 വരെ ബൂത്തുണ്ട്. വഴിക്കടവിലെ ബാക്കി 14 ബൂത്തുകളുണ്ട് ഈ രണ്ടാം റൗണ്ടിൽ. ഇനി മൂന്നാം റൗണ്ടിലുണ്ട് ബാക്കി 14 ബൂത്തുകൾ 42 വരെ. നാലാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ വഴിക്കടവ് പകുതി 4 ബൂത്താണ്. പിന്നെ ബൂത്തേടം തുടങ്ങുന്നു. ഈ ഒരു 7 റൗണ്ട് വരെ ഇല്ല, 7 റൗണ്ടില്ല, റൗണ്ട് 6 വരെയാണ് UDF-ന് പ്രതീക്ഷിക്കാനുള്ളത്. പിന്നെ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇടക്കര തൊട്ട് കളി മാറാൻ പോകുകയാണ്. എന്താണ് സംഭവിക്കുക? ഇനിയുള്ള 2 റൗണ്ട് കൂടി ഈ രീതിയിൽ ഭൂരിപക്ഷം ഉയരുന്നില്ല എങ്കിൽ UDF-ന് തലവേദനയാവും, കോൺഗ്രസിന് തലവേദനയാവും. PVR ഇഫക്റ്റ് വോട്ടുകളിലൊക്കെ ഉത്തരം പറയേണ്ട ബാധ്യത പ്രതിപക്ഷ നേതാവിന് പോലും വരും. എന്താണ് സംഭവിക്കുന്നത്? വഴിക്കടവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. വഴിക്കടവിൽ പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷത്തിലേക്ക് UDF-ന് എത്താൻ സാധിച്ചോ? അവർ പ്രതീക്ഷിച്ച വോട്ടുകൾ വഴിക്കടവിൽ ആര്യാടൻ ഷൗക്കത്തിൽ ലഭിച്ചോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അൻവർ എഫക്ട് എത്രത്തോളം വഴിക്കടവിലടക്കം സംഭവിച്ചിട്ടുണ്ട്, നിലമ്പൂരിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് കാത്തിരുന്ന് കാണണം. തുടക്കത്തിൽ 1513 ചെറിയ വോട്ടല്ല. കൃത്യമായി നമുക്ക് അൻവർ സമാഹരിച്ച വോട്ടുകൾ UDF-ന്റെ ലീഡ് കുറച്ചു എന്ന നിരീക്ഷണമാണ് പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ. കാരണം അൻവർ ബാധിച്ചിരിക്കുന്നത് UDF-നെയാണ് കൂടുതൽ എന്ന സൂചനയുണ്ട്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ അൻവർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് വരും. അതായത് അൻവർ സമാഹരിക്കുന്ന വോട്ടുകൾ UDF-ൽ നിന്നാണ് കൂടുതൽ എന്ന സൂചന വരുമ്പോൾ അത് നഷ്ടമുണ്ടാക്കുന്ന UDF-ൽ നിന്നാണ്. ഒരുപക്ഷെ ഈ വഴിക്കടവിന്റെ ആദ്യ റൗണ്ടിൽ കാണുന്ന ഈ സൂചനകൾ ഇനി അങ്ങോട്ടേക്ക് നീണ്ടു നിന്നാൽ മറ്റൊന്നായി മാറുമോ എന്ന സാധ്യതയുണ്ട്. അതൊരു പ്രധാനപ്പെട്ടതാണ്. അൻവർ അപർണ ഈ വിഷയത്തിൽ വരാനിരിക്കുന്ന ഇടങ്ങളിൽ അൻവർ ഏറിയും കുറഞ്ഞും വോട്ട് പിടിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. ആ പഞ്ചായത്തുകൾ അൻവറിന്റെ സാന്നിധ്യം ആർക്ക് കൂടുതൽ നഷ്ടമുണ്ടാക്കുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലമ്പൂർ രാഷ്ട്രീയത്തിലുണ്ട്. ഇടതു വലതു മുന്നണികൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. ഇവിടെയാണ് ആദ്യ സൂചനകൾ വരുന്നത്. ഇപ്പോൾ അൻവർ പിടിച്ച വോട്ടുകൾ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത് UDF-നാണ്. ഞാൻ പറയുന്നത് ഇനി വരുന്നത് മൂത്തേടം പഞ്ചായത്താണ്. നേരത്തെ നമ്മുടെ CV അനുമോദ് തന്നെ